എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പം ഒരു സിനിമ കാണാൻ പോവുകയാണ്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഒരു സാറ്റർഡേ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സിനിമ കാണാൻ നമ്മൾ ഫെനിക്സ് മാർക്കറ്റ് സിറ്റിയിലേക്കാണ് പോകുന്നത്. നമ്മൾ സുമതി വളവ് കാണാനാണ് പോകുന്നത്. അപ്പം നമുക്ക് പോയാലോ? ഹായ്. അപ്പോൾ ഇതിപ്പോൾ പിറ്റേ ദിവസമായി. ഇന്നലെ എനിക്ക് ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ആ വ്ലോഗ് രാത്രിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഞങ്ങളുടെ റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയും നമ്മുടെ ലിഫ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ലിഫ്റ്റ് ബിസി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി താഴേക്ക് വന്നപ്പോൾ താഴോട്ട് പോകാൻ ശ്രീഹരി അങ്ങ് ഫ്രണ്ടിൽ അങ്ങ് പോയി. ഞാൻ ബാക്കിൽ ഇങ്ങനെ വരുന്ന വഴി താഴത്തെ ഫ്ലോർ എത്തിയപ്പോഴത്തേനും എൻ്റെ കാലൊന്ന് തെന്നി ഞാൻ പടയേന്നും പറഞ്ഞുകൊണ്ട് വീണു. 2 മുട്ട് പിടിച്ച് വീണു. നല്ല വൃത്തിക്കിടിച്ചായിരുന്നു. കയ്യും ഒരഞ്ഞായിരുന്നു. കയ്യിൻ്റെ ഇവിടെ ഒക്കെ ഒരഞ്ഞാണ് വീണത്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് എന്താ പറയുന്നത്, ആ സമയത്ത് മുത്തിങ്ങനെ ഒരഞ്ഞും ഇടിച്ചതിൻ്റെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ സിനിമയ്ക്ക് പോകണ്ടാത്തൊരവസ്ഥ തോന്നിയില്ല. അപ്പം ഞാൻ പോയപ്പോൾ ഞാൻ കുറച്ചൊക്കെ അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളൊക്കെ പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ പോകുന്ന വഴിയൊന്നും എടുത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുത്തു, കയറിയിരുന്നെല്ലാം കാണുകയൊക്കെ ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് സംഗതി ഇച്ചിരി ഇതായി. ഇവിടെ വന്നൊക്കെ കയറിയപ്പോഴത്തേന് എനിക്ക് മുട്ടുവേദന, ഒരഞ്ഞതിൻ്റെയൊക്കെ ആ ഒരു വേദനയും കാര്യങ്ങളുമൊക്കെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഉള്ള ഒരു ഇതേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങി അവിടെയൊക്കെ വന്ന് ചുമ്മാ ഫിനിക്സ് മൊത്തം ആ ഒരു ഭാഗമൊക്കെ കറങ്ങി ഒക്കെ ഷോപ്പിങ്ങൊക്കെ നടത്തിയൊക്കെ വരണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു ധാരണ. ഞങ്ങൾക്ക് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതൊക്കെ ചെയ്ത് വരണമെന്നായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഞങ്ങൾ നേരെ സിനിമ കണ്ടു കഴിഞ്ഞെങ്കിൽ തിരിച്ചിങ്ങി പോന്നു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഓക്കേഷ് മൂവി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ പറയുന്നത്, അങ്ങ് വലിയൊരു സംഭവം നല്ല സിനിമയാണെന്നൊന്നും പറയാനൊന്നും ഉള്ള ഒരു ഇതില്ല. വേണമെങ്കിൽ പോയി കാണാം. 2-2.5 മണിക്കൂർ അത്യാവശ്യം നല്ല സന്തോഷമായിട്ട്, മീൻസ് ഒരു ഹൊറർ ഉണ്ട്, എന്നാലും വലിയ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു ഹൊററും കാര്യങ്ങളും ഒന്നുമില്ല. കോമഡി ഉണ്ട്. കോമഡി ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. ഫാമിലിൻ്റെ കൂടെ കുറച്ച് ഹൊററും കൂടെ, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങ് വലിയ എന്താ പറഞ്ഞാൽ നല്ല സിനിമയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒത്തിരി പോരായ്മകളൊക്കെ ഉള്ള, ആവശ്യമില്ലാതെ കുറേ പാട്ടുകളൊക്കെ കുത്തിക്കയറ്റി നമുക്കങ്ങ് ബോറടിക്കും. അങ്ങനത്തെ ഒരു ഇതാണ്, ആ ഒരു രീതിയിൽ തോന്നും. പക്ഷെ എന്നാലും കാണുന്നതുകൊണ്ട് എന്താ പറയുന്നത്, കണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇപ്പം ഞങ്ങളിപ്പോൾ തുടരും കണ്ടതിന് ശേഷം ഒരു സിനിമയും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല അങ്ങനെയൊന്നും. പിന്നെ ഞങ്ങൾക്ക് തുടരും കണ്ട് കഴിഞ്ഞ് പിന്നെ OTTയിൽ പടക്കളം കണ്ടു. പടക്കളം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. ആ സിനിമ നല്ലതായിരുന്നല്ലോ അത്. പിന്നെ അത് കഴിഞ്ഞ് OTT വരുന്നത് അപ്പോൾ ഇടയ്ക്കിരുന്ന് ഞങ്ങൾ രാത്രി ഇരുന്ന് കാണും. അങ്ങനെ അല്ലാതെ ഒരു സിനിമ പിന്നെ അത് ഞങ്ങൾക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നല്ല സിനിമയായിരിക്കണം. മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമ മിക്കവാറും ഞങ്ങൾ വിടാറില്ല. ബാക്കി നല്ല സിനിമയാണെന്ന് അറിയുന്നതെല്ലാം ഞങ്ങൾ പോയി. പിന്നെ ഇവിടെ എല്ലാം അങ്ങനെ അങ്ങ് വരത്തൂല. ഇതാണെങ്കിൽ ഒരു കുഞ്ഞു PVR തന്നെ ഏറ്റവും സീറ്റിംഗ് കപ്പാസിറ്റി കുറഞ്ഞ ഒരു തിയേറ്ററായിരുന്നു.
ഇങ്ങനെയുള്ള സിനിമകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ സമയവും കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് ഈ സിനിമയ്ക്കൊക്കെ നല്ലൊരു സമയം. ഇത് എന്തോ ഭാഗ്യത്തിന് ഫിനിക്സിൽ 3 ഇപ്പം ഞങ്ങൾക്ക് ഫിനിക്സ് മാർക്കറ്റ് സിറ്റി അടുത്തായതുകൊണ്ടാണ് ഇവിടെ വരാൻ പറഞ്ഞത്. ഞങ്ങളുടെ ആ ഭാഗത്തൊന്നും നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഭാഗത്തൊന്നും അങ്ങനെ വരാറില്ല. എപ്പോഴും രാത്രി 10 മണിക്കൊക്കെയാണ് എലമെൻറ്റ്സ് മോളിലൊക്കെ ഇങ്ങനെയുള്ള എന്ന് വെച്ചാൽ ചെറിയ സ്റ്റാർസിൻ്റെയൊക്കെ സിനിമകൾ വരുന്ന ബാംഗ്ലൂർ 10 മണി 10:30. മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ് അങ്ങനെയുള്ള വലിയ വലിയ സ്റ്റാർസിൻ്റെ സിനിമയൊക്കെ നല്ല നേരത്തൊക്കെ വരും. പക്ഷെ ബാക്കിയുള്ള ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ അങ്ങനെ നല്ല ഒരു സമയത്ത് കിട്ടാൻ എല്ലായിടത്തും ഒന്നും കിട്ടത്തൊന്നുമില്ല. ഇപ്പം ഈ ഫിനിക്സ് ഇപ്പം അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അതെ കൊള്ളാം, കുഴപ്പമില്ല. ബോറടിയൊക്കെ പാട്ട് കുത്തിക്കയറ്റിയതാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെടാൻ. പിന്നെ തുടക്കത്തിലൊക്കെ പോരായ്മകൾ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ നല്ല സിനിമയെന്നൊന്നും പറയാനില്ല, ചുമ്മാ ഒരു രസമുണ്ട് കാണാനായിട്ട്, കണ്ടിരിക്കാം. ഇങ്ങനൊരു ഇത് അത്രേ ഉള്ളൂ, വലിയൊരു ഇതൊന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. അപ്പം കണ്ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വയ്യാനായതുകൊണ്ട് ഞാൻ പിന്നെ അത് എന്താ പറയുന്നത്, പിന്നെ ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഇന്ന് എടുക്കാമെന്ന്. പിന്നെ ഇപ്പം ഉച്ചയായ സമയം, അപ്പം നമുക്ക് ഇന്ന് ഒരു ഇറച്ചിച്ചോറുണ്ടാക്കണം. ഞാൻ ഇതുവരെ ശ്രീഹരി ഇതുവരെ ഇറച്ചിച്ചോറ് കഴിച്ചിട്ടേ ഇല്ല. ഞാൻ ഒരു തവണ എങ്ങാണ്ട് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കുമ്പം കഴിച്ച പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. ബീഫ് വെച്ച് ഇറച്ചിച്ചോറ് കഴിച്ച പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. അങ്ങനെ ഒരു ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ, പക്ഷെ എനിക്കതിൻ്റെ ടേസ്റ്റ് ഒന്നും ഓർമ്മയില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഞാൻ പല വീഡിയോകളിലും കണ്ടതിന് കൈമേരിയാണ് നല്ലതെന്നാണ് കണ്ടത്. ഞാൻ അങ്ങനെ കൈമേരി വാങ്ങിക്കാറില്ല, കാരണം ഞങ്ങൾക്ക് 2 പേർക്കും കൂടുതലും ഇഷ്ടം ഈ ലോങ് റൈസ് ബസ്മതി റൈസ് കൊണ്ടുള്ള ബിരിയാണിയാണ് കൈമേരിയെക്കാട്ടിലും കൂടുതലും. അപ്പം ഞാൻ എപ്പോഴും ബസ്മതി റൈസാണുള്ളത്, കൈമേരി അങ്ങനെ ഇല്ല. വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ ആ ഒരു രീതിയിൽ വെക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിക്കത്തുള്ളൂ. എന്നാലും ശ്രീഹരിക്കൊക്കെ കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെ ലോങ് റൈസാണ്, ചെറിയ അരിയെക്കാട്ടിലും കൂടുതൽ. അപ്പം എനിക്കും ലോങ് റൈസിൻ്റെ ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചാണ് ഞാൻ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫല്ല, മട്ടനാണ്. നമ്മുടെ അവിടെയൊക്കെ ഇറച്ചിച്ചോറ് ബീഫ് വെച്ചാണ് ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ മിക്കവാറും. പക്ഷേ ഇവിടെ ഇങ്ങനെ ബീഫ് വലുതായിട്ട് കിട്ടുന്നിടമൊക്കെ കാണും, പക്ഷെ അങ്ങനെ സുലഭമായി ഒന്നും എവിടെ ചെന്നാലും ഒന്നും കിട്ടത്തില്ലല്ലോ ബീഫ് അങ്ങനെ. അപ്പം ബീഫില്ല, അതിന് പകരം മട്ടനാണ്. മട്ടൻ ബോൺലെസ് മട്ടൻ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഞാനിങ്ങനെ റെസിപ്പി നോക്കിയപ്പം സിമ്പിളായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതിൽ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ റെസിപ്പികളൊക്കെ നോക്കിയപ്പോഴത്തേനും. അപ്പം ഞാൻ എല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഉണ്ടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇൻട്രോ വന്നെടുക്കുന്നത്. അപ്പം നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം. ഒരു കുക്കറിലേക്ക് 1 ടീസ്പൂൺ നെയ്യും പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ചൂടായി കഴിയുമ്പോഴത്തേനും പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, കുരുമുളക്, ഈ വക കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞല്ല, ഞാൻ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ സബോള നീളത്തിൽ കട്ട് ചെയ്തും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇനി ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതെല്ലാം കൂടെ ചേർത്ത് നമുക്കിത് നല്ല പോലെ വഴണ്ടി വരണം. നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് നല്ല മൂത്ത് സബോളയെല്ലാം നല്ല മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടിയല്ല ഞാൻ ചേർത്തിരിക്കുന്നത്, കാരണം പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി, ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. മീറ്റ് മസാല ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് അത് ചേർക്കാറില്ല. പിന്നെ അതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റി ഒരു കുഴമ്പ് പരുവത്തിലാക്കിയതിന് ശേഷം ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കുക. ഇത് ബോൺലെസ് മട്ടൻ പീസാണ്. ഇത് ഏകദേശം 300 ഗ്രാം ഉള്ള ഒരു മട്ടൻ പീസാണ് ബോൺലെസ്.
അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കാം. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ ഉടഞ്ഞു പോകല്ല. അപ്പം ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 3-4 വിസിലൊക്കെ മതിയായിരിക്കും തോന്നുന്നു എൻ്റെ മട്ടന്. 3 വിസിൽ 4 വിസിൽ അത് ഓരോരുത്തരുടെയും എന്താ പറയുന്നത് മട്ടൻ്റെ വേവ് പോലിരിക്കും. നമ്മളിപ്പം ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 300 ഗ്രാം 350 ഗ്രാം മട്ടനേ ഉള്ളൂ. ഞാൻ 1 കപ്പ് റൈസാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരു 1.25 കപ്പ് റൈസ് എന്ന് കാണാം. ഞാനൊരു 1.25 കപ്പ് റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ, അതിൽ കൂടുതൽ കുതിർക്കല്ല, ഒരു അരമണിക്കൂർ കുതിർക്കണം. എന്നിട്ട് ഇതൊരു അത് ഓരോ മട്ടൻ, ചില മട്ടന് നല്ല വേവായിരിക്കും, ബോൺലെസ് എടുക്കുന്നതായിരിക്കും ഇതിന് നല്ലത് ബോണുള്ള പീസിനെക്കാൾ. കാരണം എപ്പോഴും ഇറച്ചിച്ചോറിന് ബോൺലെസ് പീസുകളാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല ബോണുള്ളത് വെച്ച് ഉണ്ടാക്കുമെന്ന്. അപ്പം ബോൺലെസ് പീസുകളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാം അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇനി നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം എൻ്റെ മട്ടൻ ഇവിടെ വെന്തെല്ലാം വന്നിട്ടുണ്ട്. എൻ്റെ വെന്തെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ക്യാമറ അപ്പം മട്ടനകത്ത് ഇച്ചിരി ഞാൻ വെള്ളം കൂട്ടി വെച്ചതിൻ്റെ കാര്യം എന്താ, നമുക്കിനി ഇതിനകത്താണ് റൈസ് ഇട്ട് വേവിക്കേണ്ടത്. അപ്പം ഈ മട്ടൻ്റെ പീസുകൾ ഒത്തിരി അങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രമിക്കണം. കാരണം ഇനി നമ്മൾ റൈസ് ഇട്ടും ഇത് വേവിക്കുന്നുണ്ട്. അപ്പം ഒരുമാതിരി വെന്ത് കിട്ടണം. എന്നിട്ട് നമുക്കിനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മട്ടൻ്റെ പീസുകൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി എന്തുമാത്രം വെള്ളം ഉണ്ടെന്ന് അളന്ന് നോക്കണം. എന്നിട്ട് അത് വെച്ച്, കാരണം 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് എടുത്താൽ മതി. അത് ഈ ഗ്രേവിക്കകത്തുള്ള വെള്ളവും കൂടെ ചേർത്തെടുക്കുന്നതായിരിക്കും എപ്പോഴും കണക്ക് കറക്റ്റ് ആവുന്നത്. അപ്പം നമുക്കത് അങ്ങനെ ചെയ്യാം. അപ്പം ഈ ഒരു കാര്യം, ഈ ഗ്രേവി നമ്മുടെ മട്ടൻ്റെ പീസ് മാറ്റി വെച്ചിട്ട് ഗ്രേവി ഇങ്ങനെ അളന്നൊഴിക്കുന്ന കാര്യം എനിക്ക് കിട്ടിയത് മറ്റേ ഷാൻജിയോ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ ഇറച്ചിച്ചോറ് വെക്കുന്ന ആ ഒരു വീഡിയോയിൽ നിന്നാണ്. അപ്പം കറക്റ്റ് കണക്കാവുമല്ലോ, ഈ വെള്ളത്തിന് കറക്റ്റ് കണക്കാവും. റൈസിൻ്റെ നമുക്ക് എത്ര വെള്ളം ഉണ്ടെന്നുള്ള ഒരു കണക്ക് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ കണ്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. ഞാൻ പല യൂട്യൂബ് വീഡിയോ കണ്ടു തന്നെയാണ് ഇറച്ചിച്ചോറ് വെക്കുന്നത്. അതല്ലാതെ എനിക്ക് ഒരു വിവരം മീൻസ് ഞങ്ങളുടെ ഒന്നും വീട്ടിൽ ബിരിയാണിയൊക്കെ എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇറച്ചിച്ചോറൊന്നും വെച്ചിട്ടില്ല. അതൊക്കെ ഈ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഞാൻ ആ ഒരു എന്താ പറയുന്നത് ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്ന സമയത്താണ് ഇതൊക്കെ ഞാൻ കേട്ടു തുടങ്ങിയത്. അപ്പം നേരത്തെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് ഞാൻ പറയായിരുന്നു ആ ഒരു കണക്ക് കിട്ടിയത് എനിക്ക്. അപ്പം നമുക്കിതിൻ്റെ ഈ പീസുകൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഈ ഗ്രേവി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ കറക്റ്റ് അരി നമ്മൾ അളന്ന് 1 കപ്പ് റൈസ് വെള്ളത്തിൽ, ഒരു 1.25 കപ്പ് റൈസ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. ആ സെയിം കപ്പിൽ തന്നെ അളക്കുക. അളന്നിട്ട് വീണ്ടും അത് ഈ പ്രഷർ കുക്കറിലേക്ക് ഒഴിക്കുക, അളന്നൊഴിക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം, 1.25 വേണമെങ്കിൽ പറയാം കപ്പോളം ഗ്രേവി ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു 1/2 കപ്പ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് കുറച്ചുകൂടി ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു 1.25 കപ്പ് അരിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു അരമണിക്കൂർ കുതിർത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനല്ല, നമ്മുടെ മട്ടൻ്റെ പീസസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് അടച്ചു വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒറ്റ വിസിലേ ഞാൻ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 1 അല്ലെങ്കിൽ 2, അതിൽ കൂടി പോകണ്ട, ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും. ഞാൻ ഒരു വിസിലേ പക്ഷേ ഇതിൽ കേൾപ്പിച്ചുള്ളൂ. വേണമെങ്കിൽ 2 വിസിലും കൂടെ കേൾപ്പിച്ചാലും വലിയ കുഴപ്പമില്ല. എന്നാലും ഒരു വിസിലാണ് കറക്റ്റ്. അപ്പം ഞാനിപ്പോൾ ഏകദേശം 2 കപ്പ് ഫുൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഒഴിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇതിനകത്ത് ഈ തക്കാളി സബോളയൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ഇപ്പം എനിക്ക് തന്നെ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളത്തോളം 1.5 കപ്പോളം ഗ്രേവി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 1/2 കപ്പും കൂടെ വെള്ളവും കൂടെ ഒഴിച്ചു. അത് ഒഴിക്കാനുണ്ടായ മെയിൻ റീസൺ ഇതാണ്. അതിനകത്ത് തക്കാളി സബോളയും എല്ലാ സംഭവങ്ങളും കൂടി ഇല്ല, ഗ്രേവി അല്ലാതെ.
അല്ലെങ്കിൽ ഇത് നല്ലപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കണം. അങ്ങനെയൊന്നും ഞാൻ എടുത്തില്ല. ഞാനൊരു ഊഹത്തിന് 2 കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ചിട്ട് സാധാരണ പോലെ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പം അരി ഇടുക. അരി ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ മതിയായിരിക്കണം എന്നാണ് എൻ്റെ ഒരു കണക്ക്. ഒറ്റ വിസിൽ അടിക്കുമ്പോഴത്തേക്കിനും ഒറ്റ വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് ഓഫ് ചെയ്തിടുക. എപ്പോഴും ഒറ്റ വിസിൽ 2 വിസിൽ ഒരിക്കലും കൂടി പോലെ. പക്ഷെ ഇറച്ചിച്ചോ നമ്മുടെ ബിരിയാണി റൈസൊക്കെ ആകുമ്പോഴത്തേനും എന്താ പറയുന്നത്, ഒറ്റ വിസിൽ മാത്രം മതി. കാരണം പിന്നെ നമ്മൾ ദം ഇടുമ്പോഴത്തേക്കിനും അത് ഒന്നുകൂടെ ഒന്ന് വേകും. അല്ലെങ്കിൽ 2 വിസിലായാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ആയിട്ടൊക്കെ ഉണ്ട്, ഞാൻ മറന്നു പോയിട്ടേ, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇറച്ചിച്ചോറാകുമ്പോൾ കുറച്ച് കുഴഞ്ഞാണ് എൻ്റെ ഒരു ഇതിലിരിക്കുന്നത്. അങ്ങനെ വിട്ട് അങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. ഇറച്ചിച്ചോറ് കുറച്ചൊരു കുഴഞ്ഞ മട്ടിലിരിക്കുന്നതായിട്ടാണ് ഞാൻ പല വീഡിയോകളിലും കണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം നമുക്കിത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. പിന്നെ ഒരു കാര്യം കൂടെ, മട്ടൺ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട, അങ്ങ് വെന്തങ്ങ് അലുത്ത് പോകണ്ട. കാരണം നമ്മൾ വീണ്ടും ഇത് കുക്കറിലിട്ട് അടിക്കുന്നത് കൊണ്ട് ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. പക്ഷെ അതൊരു ടെൻഷനാണ് എന്നെ സംബന്ധിച്ച്, പിന്നെ മട്ടൺ വെന്തില്ലെങ്കിലോ എന്നുള്ള. പക്ഷെ ഒത്തിരി വെന്ത ആ ഗ്രേവിയിലോട്ട് അങ്ങ് ഇതാക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കത് പിന്നെ കഷ്ണമായിട്ട് ഇതിനകത്ത് വേണ്ടേ. അതുകൊണ്ട് ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം ഞാൻ കറക്റ്റ് ഒറ്റ വിസിലായപ്പോഴത്തേക്കിനും അത് ഓഫ് ചെയ്തിട്ടു. എന്നിട്ട് എൻ്റെ പ്രഷർ പോയതിന് ശേഷം തുറന്നാണ്. നല്ല പാകത്തിന് വെന്തു. കറക്റ്റ് വേവായിരുന്നു. കറക്റ്റ് വേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് അരിയൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തു. എന്നാൽ ഒരു കുഴഞ്ഞ ഫീലും ഇല്ല. ആ ഒരു രീതിയിൽ ആയി കിട്ടിയായിരുന്നു. ഒരു ഇറച്ചിച്ചോറിനൊക്കെ ഈ ഒരു പാകമായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉപ്പും എല്ലാം നല്ല കറക്റ്റ് പാകമായിരുന്നു, ഉപ്പും എരിവും എല്ലാം. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റ് പാകമായിരുന്നു. അപ്പം ഞാൻ വെള്ളം എടുത്തത് ഞാൻ ഒന്നുകൂടെ കറക്റ്റായിട്ട് പറയാം. ഞാൻ അത്യാവശ്യം വെള്ളത്തിലാണ് നമ്മുടെ സംഭവം വേവിച്ചത്. അപ്പം ആ ഗ്രേവി എന്ന് പറയുന്നത് ഒരു 1.25 ഗ്ലാസോളം ആ ഗ്രേവി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു 1.25 ഗ്ലാസ് ഗ്രേവി അളന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ആ ഒരു ബാക്കിയുള്ളത് ഏകദേശം ഒരു 2 ഗ്ലാസ് ആക്കി. ഗ്ലാസ് എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന കപ്പാണ്. 2 കപ്പാക്കിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. കുറച്ച് ചൂടുവെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. അത് 2 കപ്പാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തു. ഏകദേശം ഒരു 1.25 കപ്പ് അരിയായിരുന്നു അത്. 1.25 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ, ഗ്രേവി ഉൾപ്പെടെ 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഒറ്റ വിസിലേ അടുപ്പിച്ചുള്ളൂ. എന്നിട്ട് അങ്ങ് ഓഫ് ചെയ്തിട്ടു. ഒരു അരമണിക്കൂർ അരി കുതിർത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അളന്നെടുക്കുന്ന നല്ലതെന്ന് എനിക്ക് കുറച്ചുകൂടെ തോന്നുന്നു. അല്ലെങ്കിൽ നമുക്കൊരു കണക്ക് കിട്ടാതെ അപ്പം അരിയുടെ വേവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ചിലപ്പം വെള്ളം തികയാതെയൊക്കെ വരും. കാരണം ഈ ഗ്രേവിക്കകത്ത് ശരിക്കും 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളത്തിൽ നമുക്ക് കുക്കറിൽ ഒറ്റ വിസിൽ കറക്റ്റായിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം, ബസ്മതി റൈസ്. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ 2 കപ്പ് വെള്ളം ആക്കാൻ ഒരു ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഗ്യാസ് വരുന്നു. 2 കപ്പ് വെള്ളം ആക്കാൻ 2 കപ്പ് വെള്ളം ആക്കാനുണ്ടായ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രേവിക്കകത്ത് നമ്മൾ ഗ്രേവി അളക്കുമ്പോൾ തക്കാളിയും സബോളയും എല്ലാം കൂടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു 2 കപ്പ് വെള്ളമാക്കി വെച്ചത്. പക്ഷെ കറക്റ്റായിട്ട് വന്നു, ടേസ്റ്റും ഉണ്ട്. ഇത് ഇപ്പം എനിക്ക് കുറച്ച് മോഡിഫിക്കേഷൻ കുറച്ചുകൂടെ ഒക്കെ എനിക്ക് പല രീതിയിൽ, ഇതിപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ ഫോളോ ചെയ്ത് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം കുറച്ചുകൂടെ മോഡിഫിക്കേഷനൊക്കെ വരുത്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം പല ഐഡിയാസ് എനിക്ക് തോന്നുന്നു, നേരത്തെ എനിക്ക് തോന്നിയില്ലായിരുന്നു. അപ്പം അത് ഞാൻ വേറെ ഇനി നോക്കാം. ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ ഭയങ്കര നല്ലതാണ്. കുറച്ചുകൂടെ ഒരു ഇതുപോലുള്ള സാധനത്തിന് കുറച്ച് മല്ലിയിലയുടെ ഫ്ലേവർ നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ന് അതൊന്നും ഇരിപ്പില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ സാലഡും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇത് ഇച്ചിരി മസാല, നമ്മൾ ബിരിയാണിയെക്കാളിലും കൂടുതലൊരു മസാലയുള്ള റൈസാണ്. ബിരിയാണിക്ക് ഇങ്ങനെ ദമ്മിട്ടൊക്കെ അല്ലേ, ഇത് ഫുൾ അരി വേകുന്നതേ ആ ഒരു മസാല കിടന്നല്ലേ. അപ്പം കുറച്ച് തൈര് ഒഴിച്ച് സാലഡ് ഉള്ളത് നന്നായിരിക്കും. ഇതിൻ്റെ സൂപ്പർ
സൂപ്പർ എന്താ പറയുക, ഇതിൻ്റെ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ തൈര് ഒഴിച്ച സാലഡും പപ്പടവും. പക്ഷെ പപ്പടം നമ്മുടെ കയ്യിലില്ല. പക്ഷെ അതൊന്നും ഇവിടെ അങ്ങനെ സ്ഥിരമായി ഞങ്ങൾ മേടിക്കാത്തത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ മനഃപൂർവ്വമാണ് പപ്പടം ഇരുന്ന കാച്ചും എണ്ണയെ വറുത്ത കാര്യങ്ങളൊക്കെ ആണെന്ന് കുറച്ച് അതേ പറയുന്നത്. മീനൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പപ്പടം കൂട്ടാൻ തോന്നത്തുമില്ല. എൻ്റെ പപ്പടം ഇവിടെ ഇല്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പപ്പടവും തൈരൊഴിച്ച സാലഡും കൂടെ നല്ലതാണ്. പക്ഷെ ഇപ്പം ഞാൻ ചെറുതായിട്ട് നമുക്ക് ഉള്ളി തൈരൊഴിച്ച് സാലഡാക്കാം. ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ആക്കിയെടുത്താൽ മതി. ഉള്ളി മാത്രമേ ഉള്ളൂ, തക്കാളി ഞാൻ എടുക്കുന്നില്ലായിരുന്നു. അപ്പം ഉള്ളി മാത്രം വെച്ച് തൈരൊഴിച്ച് സാലഡ് ഉണ്ടാക്കാം. അടിപൊളി കോമ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ണാൻ നേരത്തൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എവിടെയെങ്കിലും പുറത്ത് പോകുന്നുണ്ടായിരിക്കും. അതൊക്കെ കൂടെ ഒരു വീക്കെൻഡ് വ്ളോഗാക്കിയാണ് ഞാൻ ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിനി ആ ഒരു സാലഡ് ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ സാലഡൊക്കെ റെഡിയായി. സാലഡ് വെറുതെ ഉള്ളിയും പച്ചമുളകും തൈരും കൂടെ ചേർത്തുള്ള സാലഡാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇതൊന്നും ഇട്ടില്ല, എന്താ നമ്മുടെ അച്ചാറൊന്നും അല്ലെങ്കിലും എടുക്കത്തില്ല, ഇതിൻ്റെ കൂടെ ഒട്ടും എടുത്തില്ല. കാരണം ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള റൈസാണ് ഈ ഇറച്ചിച്ചോറെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോംബോ പപ്പടമാണ്. പപ്പടം പക്ഷേ എനിക്കില്ലായിരുന്നു. അപ്പം കഴിക്കുമ്പോൾ പപ്പടവും എല്ലാം കൂടെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പം ഇതൊക്കെ വിളമ്പി. ഇത് ആക്ച്വലി നോൺ വെജൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഇറച്ചിച്ചോറെന്ന് പറയുന്ന സംഭവം. അപ്പം ഇതായിരുന്നു ഉച്ചക്കത്തെ സൺഡേ എൻ്റെ ഒരു ലഞ്ച്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കുറേ നാളായി ഞങ്ങൾ രണ്ടുപേരും ഒരു ഐസ്ക്രീം കഴിച്ചിട്ട്. അപ്പം ഞങ്ങളൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തു. ഇത് ബട്ടർ സ്കോച്ചാണ്, ഞാൻ വാനിലയാണ്. നീ വാനിലയാണോ? ഹായ്. അപ്പോൾ ഞാൻ വിചാരിച്ച രീതിയിലൊന്നും ഈ വീക്കെൻഡിലെ വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇന്ന് കുറേ നാളോടുകൂടി ഏകദേശം ഒരു 3-4 മാസം കൂടി ഞങ്ങളിന്ന് ഐസ്ക്രീം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല. വൈകുന്നേരം മധുരമില്ലാത്ത ചായ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇനി നാളെ രാവിലെ കഴിക്കത്തുള്ളൂ. കാരണം ഉച്ചയ്ക്ക് അത്യാവശ്യം അത് കഴിച്ച് നല്ല ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഐസ്ക്രീം കൂടെ കഴിച്ചപ്പോഴത്തേന് തീർന്നു. അപ്പോൾ ചീറ്റ് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചീറ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ഓവറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഈ രാത്രിയിലും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഞാൻ രാത്രിയിലൊന്നും കഴിച്ചില്ല, അവിടെ വെച്ചങ്ങ് നിർത്തി. അതെനിക്ക് ഇപ്പോഴും എനിക്ക് വിശപ്പില്ല. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം വൈകുന്നേരം പുറത്തു പോയി പച്ചക്കറി പോലും ഇരിപ്പില്ല നാളത്തേക്ക്. ആ പട കുറച്ച് വെണ്ടയ്ക്കയും ഒരു വെള്ളരിക്കയുടെ പകുതി മാത്രം ഇരിപ്പുണ്ട്. ഒന്നും വാങ്ങിച്ചില്ല. ഇനി നാളെ പോയി വാങ്ങിക്കണം. എനിക്ക് ഒന്ന് ഇന്നലത്തെ എനിക്കൊരു മേലുവേദന പോലെ ഉണ്ട് ഇപ്പോഴും. എനിക്ക് ഇന്നലത്തെ ആ വീഴ്ചയുടെ എപ്പോഴും നമുക്ക് പിറ്റേ ദിവസമല്ല അറിയുന്നത്. അപ്പം അതും ഒക്കെ കാരണം എനിക്കങ്ങോട്ടൊരു സുഖമില്ല, പുറത്തിറങ്ങി പോകാനൊരു സുഖം തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.